നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണം പോയി, തന്ത്രി പ്രതിയായി. പക്ഷേ തന്ത്രി സ്ഥാനം കുടുംബം വിട്ടു പോകരുത്. ഇതാണോ ശബരിമലയിൽ നടക്കാൻ പോകുന്ന പുതിയ നീതി? സ്വർണ്ണക്കള്ള കേസിൽ അച്ഛൻ പ്രതി, അച്ഛൻ മാറുന്നു, മകൻ തന്ത്രി. ദേവസ്വം ബോർഡിന് എതിർപ്പില്ല. ബോർഡിന് എതിർപ്പില്ലെങ്കിൽ വിശ്വാസികൾക്കും മിണ്ടാൻ പാടില്ലേ? കുറ്റം അച്ഛൻ്റേതാണ്, മകൻ്റേതല്ല. ശരി, പക്ഷേ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം തീർന്നു. സത്യം മുഴുവൻ പുറത്തു വന്നു. ഉത്തരവാദികൾ ആരെന്ന് തെളിഞ്ഞു. ഒന്നുമില്ല. അതിനു മുന്നേ അതേ കുടുംബത്തിൽ നിന്ന് പകരക്കാരനെ പ്രതിഷ്ഠിക്കാൻ എന്താണ് ഇത്ര ധൃതി? ഇവിടെ നിയമം മാത്രമാണോ ചോദ്യം? ധാർമ്മികതയില്ലേ? വിശ്വാസത്തിന്റെ പരിശുദ്ധിയില്ലേ? പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾക്ക് വിലയില്ലേ? ദേവസ്വം ബോർഡ് പറയുന്നു എതിർപ്പില്ല. അന്തിമ തീരുമാനം കോടതി എടുക്കട്ടെ. എന്തൊരു സൗകര്യപ്രദമായ നിലപാട്! വിവാദം വന്നാൽ കോടതി, വിമർശനം വന്നാൽ കോടതി, ഉത്തരവാദിത്തം ചോദിച്ചാൽ വീണ്ടും കോടതി. പിന്നെ ദേവസ്വം ബോർഡ് എന്തിനാണ്? കസേരയിലിരുന്ന് കോടതി വിധി വായിക്കാനോ? സ്വർണം കവർന്നവർ ആരെന്ന് തേടുന്ന ശബരിമലയിൽ ഇപ്പോൾ തന്ത്രിസ്ഥാനം സംരക്ഷിക്കാൻ ആരൊക്കെയാണ് വാതിൽ തുറക്കുന്നത്? അച്ഛൻ പ്രതി, മകൻ പകരക്കാരൻ. ബോർഡിന് എതിർപ്പില്ല. തീരുമാനം കോടതിക്ക്. ഇത് ആചാരത്തിന്റെ സംരക്ഷണമോ പാരമ്പര്യത്തിന്റെ മറവിലെ അധികാര സംരക്ഷണമോ? ഇന്ന് ചോദിക്കാതെ പോയാൽ നാളെ സ്വർണം മാത്രമല്ല വിശ്വാസവും കൊള്ളയടിക്കപ്പെടും. സ്വർണ്ണക്കവർച്ചയിൽ പ്രതിയായ കണ്ഠരര് രാജീവര് ആവശ്യപ്പെട്ട പ്രകാരം മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കാൻ എതിർപ്പില്ലെന്ന നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സ്വർണ്ണക്കറ മായും മുന്നേ താഴമൺ കുടുംബത്തിന് ആചാര അവകാശ മറവിൽ സംരക്ഷണമോ? ശബരിമലയിലെ തന്ത്രി ആരാകണമെന്ന് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്ന് പറഞ്ഞത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവര് ആവശ്യപ്പെട്ട പ്രകാരം മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എതിർപ്പില്ല. ഇക്കാര്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. വരാൻ സാധിക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ മകന് ആ അവകാശം കൊടുക്കണം എന്നുള്ളതാണ് ആകെ ഒരു കത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ മേൽ ആ ആവശ്യം അംഗീകരിക്കുന്നതിന് ബോർഡിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ചില ഈ മറ്റ് കേസുകളൊക്കെ കിടക്കുന്നതുകൊണ്ട് കോടതിയുടെ ഒരു അംഗീകാരം കൂടി വാങ്ങി ആ കത്തിൻ്റെ മേൽ തീരുമാനമെടുക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല വേറെ ഒരു തീരുമാനമോ ചർച്ചയോ അതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല. കോടതിയുടെ കൺകറൻസ് വാങ്ങണമെന്ന് തോന്നി. അതാണ് ഔചിത്യം എന്ന് തോന്നിയതുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചു. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ തന്ത്രിയാകുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എതിർപ്പില്ല. താഴമൺ കുടുംബത്തിന്റെ പാരമ്പര്യ അവകാശം തുടരും എന്ന് തന്നെയാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേസമയം ഹൈക്കോടതിയുടെ അനുമതി കൂടി ഇക്കാര്യത്തിൽ തേടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ മധു മണിമല, ശ്രീ കെ സോമൻ, ശ്രീ എം കെ ഹരിദാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ കെ സോമൻ, ഇക്കാര്യത്തിൽ നേരത്തെ കെ എസ് രാധാകൃഷ്ണൻ BJP വൈസ് പ്രസിഡന്റ് അദ്ദേഹം തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. താഴമൺ കുടുംബത്തിൽ നിന്ന് ഈ ശബരിമലയിലെ തന്ത്രിയാകുവാനുള്ള അവകാശം എടുത്തു മാറ്റണം എന്ന്. പല കാര്യങ്ങളും അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പക്ഷേ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം വന്നത് ബ്രഹ്മദത്തൻ തന്ത്രിയായി വരട്ടെ എന്നതാണ്. ഇക്കാര്യത്തിൽ എതിർപ്പില്ല എന്നാണ്. അതായത് സ്വർണ്ണക്കൊള്ളക്കേസിൽ അച്ഛനായ തന്ത്രി പ്രതിയാണ്, പക്ഷേ മകൻ തന്ത്രിയായി വരുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എതിർപ്പില്ല. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? എതിർക്കുന്നുണ്ടോ? മഞ്ജുഷ, ഇത് സംബന്ധിച്ചുള്ള BJPയുടെ നിലപാട് ഇന്നലെ അസന്നിഗ്ധമായി അർദ്ധശങ്കയില്ലാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വിഷയമല്ല. ശരിക്കും ഇത് പരമ്പരാഗതമായി താഴമൺ കുടുംബം കൊണ്ടു നടന്നിട്ടുള്ള ഒരു അവകാശം. അത് ശബരിമലയിൽ മാത്രമല്ല, അനവധി ക്ഷേത്രങ്ങളിൽ അവർക്ക് പരമ്പരാഗതമായി തലമുറകളായി കൈമാറി വന്നിട്ടുള്ള ഒരു അവകാശത്തെ പ്രശ്നങ്ങൾ മൂലം ഇപ്പോ തന്റെ മകനെ ഏൽപ്പിക്കണമെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് തന്ത്രി രാജീവര് നടത്തിയിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡിന് അത്തരമൊരു അഭിപ്രായം, അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാനുള്ള ആർജവമില്ലാത്തത് കൊണ്ടാണ്
ഇപ്പോൾ ഈ വിഷയം വിവാദ വിഷയമായി ചർച്ചകൾക്കും കോടതിയുടെ പരാമർശങ്ങൾക്കും ഒക്കെ നമ്മൾ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തന്ത്രിയെ മാറ്റണമെന്ന് പറയാൻ വേണ്ടിയിട്ട് BJP ഏതായാലും അവകാശമില്ല, BJP അതിന് ശ്രമിക്കുന്നുമില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരം ഒരു അവകാശമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പരമ്പരകളായിട്ട് പന്തളം രാജവംശവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളില് പൂജകളുടെ അവകാശം താഴമൺ കുടുംബത്തിനാണ്. അത് വിശ്വാസി സമൂഹം അംഗീകരിക്കുന്നതാണ്. തന്ത്രിമാർ മാറി മാറി വരാറുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല, വിശ്വാസി സമൂഹമല്ല തീരുമാനിക്കുന്നത്, തന്ത്രിമാർ മാറി മാറി വരുന്നത്. താഴമൺ കുടുംബം തന്നെയാണ് തീരുമാനിക്കുന്നത് അത് ആരാണ് തന്ത്രിയായി വരേണ്ടത് എന്ന്. അത് ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. വിശ്വാസികളല്ല ഇത് തീരുമാനിക്കുന്നത്. മഞ്ജുഷ, അതിൽ വിശ്വാസികൾക്ക് തർക്കമില്ലെന്നേ. വിശ്വാസികൾ അതിനെ അംഗീകരിച്ച് അവരോടുള്ള ആദരവ് പുലർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ശരി, പക്ഷേ ഇവിടെ പശ്ചാത്തലം കൂടി നോക്കണം ശ്രീ കെ സോമൻ. ഇവിടെ എന്താണ് നടന്നത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയാണ്. നിങ്ങൾക്കും അതിലൊരു സംശയവുമില്ല. അവിടെ വ്രണപ്പെട്ടത് എന്താണ്? വിശ്വാസികളുടെ ഭക്തിയാണ് അവിടെ വ്രണപ്പെട്ടത്, അവരുടെ വിശ്വാസമാണ് വ്രണപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താഴമൺ കുടുംബത്തിലേക്ക് പോലും ഈ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ആ കൈ നീളുന്നു എന്നുള്ളതാണല്ലോ. കാരണം അവിടുത്തെ തന്ത്രിയായിരുന്നയാൾ പ്രതിയായി, കണ്ഠരര് രാജീവര് പ്രതിയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ. അതിൽ വിചാരണ ആയിട്ടില്ല, കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല, ജാമ്യം കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ വിശ്വാസികൾ അവരുടെ വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ എന്തായിരിക്കണം നിലപാട്, എന്തായിരിക്കണം തീരുമാനം എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അത് നിലവിലെ ഈ സമ്പ്രദായം തുടർന്ന് കൊണ്ടുപോകട്ടെ എന്നുള്ളതാണോ? മഞ്ജുഷൻ, നിലവിലിപ്പോ ബ്രഹ്മദത്തൻ എന്ന രാജീവ് തന്ത്രിയുടെ മകൻ ഇപ്പോ ശബരിമലയിൽ താന്ത്രാവകാശം നിർവഹിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്ത്രി പ്രതിയാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പ്രതിയാണ്, കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന സാഹചര്യമില്ലല്ലോ. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്ത്രിയെ കുടുക്കി. അത് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ വലിയ പ്രതിഷേധത്തിന് ഉള്ള വഴി തുറന്നിട്ടുണ്ട്. ഒന്നും BJP ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. മന്ത്രിയെ കുടുക്കിയതാണ്. മന്ത്രി കുടുങ്ങാതിരിക്കാൻ, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ, ഈ വിഷയത്തിന്റെ വേറൊരു വഴിക്ക് ചിന്തിക്കാൻ പാവപ്പെട്ട തന്ത്രിയെ കൊണ്ട് കുടുക്കിക്കൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിനെ പോലും വേദനിപ്പിച്ച ഒരു സാഹചര്യമാണ് എന്ന നിലപാട് തന്നെയാണ് BJP അന്നും എടുത്തത്. അത് ഇപ്പോഴും തുടരുകയാണ്. എന്താണ് മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താണ്? പുതിയ സർക്കാർ വന്ന സമയത്ത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മന്ത്രി പോയി കണ്ട കാര്യം നിങ്ങളടക്കം ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചതല്ലേ. അതുകൊണ്ട് തന്ത്രി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരാൾ കുറ്റവാളിയല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം പരിഗണിക്കണം. അതുകൊണ്ട് മകനെ ഏൽപ്പിക്കണം. മകൻ ആദ്യമായിട്ട് അവിടെ പോവുകയല്ല. നിലവിലിപ്പോൾ മകൻ തന്ത്രാവകാശം അവിടെ നിർവഹിക്കുന്നു. ശരി, BJPയുടെ നിലപാട് അതാണ്. കാരണം താഴമൺ കുടുംബത്തിൽ നിന്ന് ഈ തന്ത്രി പദവി എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. ശരി, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ മധു മണിമല, അയ്യപ്പ ധർമ്മ പ്രചാര സഭയുടെ പ്രതിനിധിയാണല്ലോ താങ്കൾ. ഇവിടെ ബ്രഹ്മദത്തന് എന്ത് അയോഗ്യതയാണ് ഉള്ളത് തന്ത്രിയായിട്ട് വരാൻ? ഇപ്പോൾ അവിടെ അച്ഛനായ കണ്ഠരര് രാജീവര്, അദ്ദേഹം സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയാണ്, പക്ഷേ മകൻ പ്രതിയല്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് അയോഗ്യത എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല അവിടുത്തെ താന്ത്രിക വിധി എന്ന് പറയുന്നത് പാരമ്പര്യ അവകാശമാണ് താഴമൺ കുടുംബത്തിന്റെ. അതെങ്ങനെ എടുത്തു മാറ്റും എന്നുള്ള ചോദ്യവുമുണ്ട്. ശബരിമലത്തെ തന്ത്രിയായിട്ട് ബ്രഹ്മദത്തൻ വരുന്നതിന് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പുമില്ല. ബ്രഹ്മദത്തന്റെ യോഗ്യതയൊന്നും ഞാൻ കുറച്ച് കാണുന്നുമില്ല. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. ശബരിമല ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം കാരാണ്മ അവകാശമാണ്. കാരാണ്മ അവകാശം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കല്ല. ചെങ്ങന്നൂർ മുണ്ടൻകാവിൽ താഴമൺ കുടുംബത്തിനാണ് ശബരിമലയുടെ താന്ത്രിക അവകാശം. അവിടുത്തെ മുഖ്യതന്ത്രി കാലാകാലങ്ങളിൽ ഏറ്റവും തലമുതിർന്നയാള്, ഏറ്റവും പ്രായത്തിൽ മുതിർന്നയാളാണ് അവിടുത്തെ കാരാഴ്മ അവകാശിയായ മുഖ്യതന്ത്രി. അദ്ദേഹത്തിനാണ് ശബരിമലയുടെ താന്ത്രികാവകാശം. അദ്ദേഹത്തിനാണ് ശബരിമലയുടെ താന്ത്രികാവകാശം നിക്ഷിപ്തമായിട്ടുള്ളത്. നീലകണ്ഠര് തന്ത്രിക്ക് ശേഷം കണ്ഠര് മഹേശ്വര തന്ത്രിയായിരുന്നു ശബരിമലയിലെ മുഖ്യതന്ത്രി. 2006
തന്ത്രി മോഹനരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ശ്രീ ജി രാമൻ നായർ കണ്ഠര് മോഹനരോട് തൽക്കാലത്തേക്ക് വിവാദം കെട്ടടങ്ങുന്നിടം വരെ ശബരിമലയിൽ നിന്നും ഒന്ന് മാറി നിൽക്കാമോ, മാറി നിൽക്കാനല്ല പറഞ്ഞ് മാറി നിൽക്കാമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് മഹേശ്വരി തന്ത്രിയായിരുന്നു ശബരിമലത്തെ തന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവിടുത്തെ മുഖ്യ തന്ത്രി എന്ന് പറയുന്നത് നീലകണ്ഠയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മഹേശ്വരി തന്ത്രിയാണ്. മഹേശ്വരി തന്ത്രിയുടെ മകനാണ് മോഹന തന്ത്രി. ഈ 2020 മുതൽ 2026 വരെ 20 വർഷക്കാലം ശബരിമലയുടെ താന്ത്രിക അവകാശിയായ ഇപ്പോഴത്തെ കുടുംബ കാരണവരായ തന്ത്രി മോഹനരെ ശബരിമലയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ മോഹനരെ 20 വർഷമായിട്ട് ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്തിയതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ശബരിമല ക്ഷേത്രത്തിനോ പ്രത്യേകിച്ച് യാതൊരു അദ്ദേഹത്തിന്റെ മകനായിരുന്നുവല്ലോ കഴിഞ്ഞ തന്ത്രി. അല്ല, ഞാൻ അല്ലെങ്കിൽ പറഞ്ഞു തരാം. ഈ 20 വർഷം മോഹന തന്ത്രിയെ ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്തിയത് കൊണ്ട് ആത്യന്തിക ഗുണഭോക്താവ് തന്ത്രി രാജീവര് തന്നെയാണ്. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 2 കേസിൽ അദ്ദേഹം പ്രതിയാണ്. 3ാമത്തെ കേസിലും അദ്ദേഹം പ്രതിയാണെന്ന് അറിയുന്നു. 20-ാം തീയതിയാണ് കോടതിയിൽ അടുത്ത ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്ന് അറിയുന്നു. അപ്പൊ പ്രതിസ്ഥാനത്തുള്ള ഒരാൾക്ക് ഒരിക്കലും ശബരിമല തന്ത്രിയായിട്ട് ഈ ചിങ്ങം 1-ാം തീയതി, അതായത് 1202-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടക മാസം 31-ാം തീയതി വരെ താഴവൺ മഠത്തിലെ കണ്ഠര് രാജീവരുടെ തേണാണ് ശബരിമലയിലുള്ളത്. പക്ഷെ ശബരിമല തന്ത്രിയല്ല കണ്ഠര് രാജീവര്, ശബരിമല തന്ത്രിയുടെ ആൾപേരാണ്. ശബരിമല താന്ത്രിക അവകാശം ഉള്ളത് ആ കുടുംബത്തിലെ കാരാത്മ അവകാശിയായ മുതിർന്ന തന്ത്രിക്കാണ്, മുഖ്യ തന്ത്രി. അനുസരിച്ച് അവർ തന്നെ തീരുമാനിക്കുകയാണല്ലോ. അങ്ങനെ കണ്ഠര് രാജീവർക്ക് അടുത്ത വർഷം വരുന്നു, ചിങ്ങം 1 മുതൽ കർക്കിടകം 30 വരെ വരുന്നു, അങ്ങനെയാണല്ലോ. ശബരിമലയിലെ താന്ത്രിക സ്ഥാനം ഇപ്പോൾ കൈയാളുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന തന്ത്രി, ഏറ്റവും സീനിയർ മോസ്റ്റ് അദ്ദേഹം കണ്ഠര് മോഹനരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ എഴുത്തുകുത്തുകളും നടത്തുന്നത് കണ്ഠര് മോഹനര്, സീനിയർ തന്ത്രി, താഴമൺ മഠം, മുണ്ടൻകാവ്, ചെങ്ങന്നൂർ എന്ന വിലാസത്തിലാണ് ശബരിമല സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും എഴുത്തുകുത്തുകൾ നടത്തുന്നത്. നിങ്ങൾ ദേവസ്വം ബോർഡിൽ അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹമാണ് മുഖ്യതന്ത്രി. ഇപ്പം കണ്ഠര് ബ്രഹ്മദത്തിന് വരുന്നതിന് രാജീവർക്ക് മോഹനോട് പറയാം, എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളല്ല കേസ് ഉള്ളതുകൊണ്ട് എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല, പകരം എന്റെ മകനെ വിടണം. അത് മോഹനരോട് രാജീവർ ആവശ്യപ്പെടണം. മോഹനര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കണം. ഈ താഴമൺ കുടുംബത്തിൽ നിന്ന് അടുത്ത 1 വർഷത്തേക്ക് തന്ത്രിയായിട്ട് പോകാൻ ഞാൻ നിർദ്ദേശിക്കുന്നത് ബ്രഹ്മദത്തിനെയാണ് എന്ന് പറഞ്ഞ് മോഹനര് കത്ത് കൊടുത്താൽ ദേവസ്വം ബോർഡ് ആ കത്ത് പരിഗണിക്കാം. അല്ലാതെ എനിക്ക് പകരം എന്റെ മകനെ തന്ത്രിയാക്കണമെന്ന് രാജീവർക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. അതൊരു നിയമമല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കം. അത് ദേവസ്വം ബോർഡ് അംഗീകരിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് കോടതി അറിയിക്കാൻ പോകുന്നത് എതിർപ്പില്ല എന്നുള്ള കാര്യമാണ്. ബാക്കി കോടതി തീരുമാനിക്കട്ടെ എന്നാണല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് 2 മെമ്പർമാർ, അവരുടെ കാലാവധി എത്രയാണ്? 2 വർഷത്തേക്കാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലാവധി 1 വർഷമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കാലാവധി 1 വർഷമാണ്, അല്ലേ? അപ്പം ഈ ശബരിമലത്തെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ തന്ത്രി തന്നെയാണ്. ആ തന്ത്രിയുടെ അവകാശത്തെയോ താഴവൺ മഠത്തിന്റെ അധികാരത്തെയോ അവകാശത്തെയോ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മൂപ്പിളമ തർക്കമാണ്. ഇവിടെ പ്രധാന തന്ത്രി എന്ന് പറയുന്നത് ശബരിമലത്തെ താന്ത്രിക അവകാശമുള്ള തന്ത്രി കണ്ഠര് മോഹനര് തന്നെയാണ്. അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. 12 കൊട്ടാരത്തിൽ അതിന്റെ രേഖകളുണ്ട്. പക്ഷെ അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല. ശ്രീ മധു മണിമല, മോഹനര് എതിർപ്പ് പറഞ്ഞിട്ടില്ല ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കുന്നതിൽ. അതുകൂടി ഉണ്ടല്ലോ. ഇപ്പോൾ വെളിയിൽ നിന്ന് നമുക്ക് പറയാം, പക്ഷേ താഴമൺ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതിന് എന്റെ വാദം, ശബരിമല തന്ത്രിക്ക് ഒരു നിശ്ചിത യോഗ്യതയാണ്. ശബരിമല മേൽശാന്തിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് 10 വർഷത്തിൽ കുറയാതെ ഏതെങ്കിലും 3 നേരം പൂജയുള്ള മഹാക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിട്ടുള്ള പ്രവൃത്തി പരിചയം വേണം. ആരോഗ്യമുള്ള ആളായിരിക്കണം. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാവാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട് ശബരിമലയിൽ ഒരു മേൽശാന്തിയാകാൻ. ശബരിമലയിലെ നട തുറക്കുന്നത് തൊട്ട് അടയ്ക്കുന്നത് വരെ രാവിലത്തെ നട തുറക്കുകയും അടയ്ക്കുകയും ഉച്ചപൂജയും അത്താഴ പൂജയും മാത്രമാണ് മേൽശാന്തിക്കുള്ളത്. ബാക്കിയുള്ള പ്രധാന പൂജകളെല്ലാം മണ്ഡല മകരവിളക്ക് കാലത്തും എല്ലാ പൂജകളും നടത്തുന്ന തന്ത്രിയാണ്. അപ്പൊ തന്ത്രിക്ക് യാതൊരു യോഗ്യതയും വേണ്ടേ? തന്ത്രി രാജീവരുടെ മകനായതുകൊണ്ട് മാത്രം ബ്രഹ്മദത്തിന് യോഗ്യതയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു അയോഗ്യതയില്ല എന്ന് പറഞ്ഞല്ലോ. ബ്രഹ്മദത്തിന്റെ യോഗ്യതയെ കുറിച്ച് താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? യോഗ്യതകളാണ്. ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രി ആയിരിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം തന്ത്രമന്ത്ര ശാസ്ത്രങ്ങളിൽ അദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടാകണം, സംസ്കൃതം അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. അദ്ദേഹം ഭൗതികമായിട്ട് വിദ്യാഭ്യാസം നേടിയ ആളാണ്, കഴിവുള്ള ആളാണ്, സത്യസന്ധനാണ്, സൽസ്വഭാവിയാണ്, നല്ല ഇമേജ് ഉള്ള വ്യക്തിയാണ്, നല്ല പെരുമാറ്റമാണ്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു.
പക്ഷേ ശബരിമലയിലെ ഒരു തന്ത്രി എന്ന് വെച്ചാൽ ലോക പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിക്ക് താന്ത്രിക വിദ്യകളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. കണ്ഠര് മഹേഷ് മോഹനരും ബ്രഹ്മദത്തനും ചേട്ടൻ അനിയന്റെ മക്കളാണ്. പക്ഷേ ബ്രഹ്മദത്തനെ പോലെയല്ല മഹേഷ് മോഹനൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതാണ്. അദ്ദേഹം ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തിൽ താന്ത്രിക വിദ്യകൾ അഭ്യസിച്ചതാണ്. തമിഴ്നാട്ടിൽ പോയി അദ്ദേഹം പഠിച്ചതാണ്. ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ വർഷം കർക്കിടക മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള 5 ദിവസമാണ് ശബരിമലയിൽ സ്വതന്ത്ര തന്ത്രിയായിട്ട് പ്രവർത്തിച്ചത്. ശബരിമലയിൽ നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം തന്ത്രി രാജീവ് ഇന്നേ വരെ ശബരിമലയ്ക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ കർക്കിടക മാസം 1-ാം തീയതി 5 ദിവസം ശബരിമല താന്ത്രിക കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹം രാജീവരുടെ സഹായിയായ EMS എന്ന് പറയുന്ന നാരായണ നമ്പൂതിരി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ശബരിമലത്തെ പ്രായോഗിക പരിജ്ഞാനം. അങ്ങനെയുള്ള ഒരാളല്ല ശബരിമല തന്ത്രി ആയിരിക്കേണ്ടത്. ശരി, ഞാനൊന്ന് രാഹുൽ ഈശ്വറിലേക്ക് പോവുകയാണ്. അദ്ദേഹം താഴെപ്പൻ കുടുംബാംഗമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിനുള്ള മറുപടി പറയുക. 2 പ്രധാന കാര്യങ്ങളാണ്. കണ്ഠരര് രാജീവർക്ക് മകനെ തന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് കൊടുക്കാൻ അവകാശമില്ല. അത് മാത്രമല്ല, മകനായ കണ്ഠരര് ബ്രഹ്മദത്തൻ, അദ്ദേഹത്തിന് യോഗ്യതയില്ല തന്ത്രിയായി വരുന്നതിൽ. ഈ 2 ആരോപണങ്ങളാണുള്ളത്. ശ്രീ മഞ്ജുഷ്, 2 കാര്യങ്ങൾ. ആദ്യം യോജിപ്പുള്ള കാര്യങ്ങൾ പറയാം. ഒരുപക്ഷെ ശ്രീ സോബൻജി അടക്കം പറഞ്ഞത് ഓരോ ഭക്തന്റെയും വികാരമാണ്. കാര്യം വിശ്വാസി സംബന്ധമായി നമ്മൾ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ കേരളത്തിലേക്ക് 2 ബ്രാഹ്മണ കുടുംബങ്ങളെയാണ് കൊണ്ടുവരുന്നത്. താഴമണ്ണും തരണനെല്ലൂരും. ബഹുഭൂരിപക്ഷം അമ്പലങ്ങളും അവർക്ക് താന്ത്രിക അവകാശങ്ങൾ കൊടുക്കുകയും മറ്റു ചെയ്യും. ഇന്ന് ഒരുപാട് അങ്ങനെ പ്രമുഖ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന താന്ത്രിക കുടുംബങ്ങളുണ്ട്. അത് അയ്യപ്പൻ തന്നെ ചൂസ് ചെയ്ത, അല്ലെങ്കിൽ പരശുരാമൻ ചൂസ് ചെയ്ത ഒരു കുടുംബമാണ്. അതിനെ ബഹുമാനിക്കണം. ഞാൻ എന്താ പറയുന്നത്, എന്റെ അമ്മ ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വരന്റെ മകളായതുകൊണ്ട് പറയുകയല്ല. ഇവരെല്ലാം അടുത്ത് നിന്ന് കാണാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് സോമൻജി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കും. ശ്രീ മധുമണിമല ആദ്യം പറഞ്ഞ കാര്യം വളരെ ഹൃദയസ്പർശിയാണ്. കാര്യം യഥാർത്ഥത്തിൽ കണ്ഠരര് മോഹനരുടെ അടുത്ത് പറയുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ കുടുക്കുകയും അദ്ദേഹത്തിനെതിരെ കള്ളപ്രചരണങ്ങൾ പലരും നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ശരിക്കും 20 വർഷത്തോളമായി ശബരിമലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ആ വ്യക്തിയുടെ ജീവിതവും ആ വ്യക്തിയുടെ എന്താ പറയുക മനോനിലയൊക്കെ ഒരുപാട് വിഷമത്തിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം നിരപരാധിയാണെന്ന് ഹൈക്കോടതി പറയുകയും അദ്ദേഹത്തെ കേസിൽ കുടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുകയും അദ്ദേഹത്തെ കള്ളക്കേസിൽ അല്ലെങ്കിൽ കള്ള പരാതികളിലും കാര്യത്തിലും കുടുക്കിയ ശോഭാ ജോണയും ബച്ചൂർ റഹ്മാനെയും ശിക്ഷിക്കുകയും ശബരിമല തന്ത്രിയെ ഗൂഢാലോചനയെ കുടുക്കിയെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോ അദ്ദേഹത്തിന്റെ വേദനയൊന്നും പലരും ഹൈലൈറ്റ് ചെയ്യാറില്ല. ബഹുമാനപ്പെട്ട ശ്രീ നമ്മുടെ മധുമണിമല അത് ഹൈലൈറ്റ് ചെയ്തതിന് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതോടൊപ്പം ഇന്ന് ആധുനിക തലമുറയിലെ 2 പേരും, അതായത് ബ്രഹ്മശ്രീ കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തര്, 2 പേരും ആത്മീയ വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും നല്ല രീതിയിൽ ലഭിച്ചിട്ടുള്ളവരാണ്. അതായത് വളരെ നല്ല രീതിയിൽ സൽസ്വഭാവികളാണ്. ഇതേവരെ ജീവിതത്തിൽ യാതൊരു ബ്ലെമിഷും ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലാത്തതാണ്. ഇനി ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവരും അങ്ങ് ഓർക്കണം, ഏറ്റവും സാത്വികനായ പരമസാത്വികനായ ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹം എന്നെ പോലും ശകാരിക്കാറുണ്ട്, നീ ഇങ്ങനെ അഗ്രസീവായിട്ട് സംസാരിക്കുന്നതൊക്കെ. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ മാത്രമാണ് ഒരിക്കൽ അദ്ദേഹം ഒരു ഹാർഡ് നിലപാട് എടുക്കുന്നത്. അന്ന് അദ്ദേഹം ശക്തിയുക്തം ശ്രീ പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങൾ യുവതികളെ കയറ്റുകയാണെങ്കിൽ ഞാൻ ശബരിമല നട അടച്ചിട്ട് പോകുമെന്ന്. അങ്ങനെ തന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് പറയാൻ അദ്ദേഹത്തിന് ആത്മധൈര്യം നൽകുന്നത് അദ്ദേഹത്തിന് അയ്യപ്പനുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തെ CPM-കാർ കള്ളക്കേസിൽ കുടുക്കി 41 ദിവസം ജയിലിലിട്ടു. അത് നേരത്തെ ശ്രീ സോമൻജി വളരെ ശരിയായി പറഞ്ഞതുപോലെ പലപ്പോഴും CPM-ന് നേരെ ചോദ്യശരങ്ങൾ വന്നപ്പോൾ, പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ വന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഹിന്ദു സമൂഹത്തിന്റെ ആദരണീയ പാത്രമായ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു എന്നുള്ളതാണ് സത്യം. ഇനി 2 ഞാനിത് പറയുന്നത് വളരെ വിനയത്തോടെ പറയുകയാണ്. യാദവകുലം തമ്മിത്തല്ലി നശിച്ചതുപോലെ നമ്മൾ ഹിന്ദുക്കൾ തമ്മിത്തല്ലി നശിക്കരുത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ചില അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഇത് അതിനെ ആ രീതിയിൽ കാണണ്ടല്ലോ. ഹിന്ദു സമുദായത്തെ മുഴുവനായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. ഇത് താഴമൺ മഠത്തിലും ഇത്തരത്തിലുള്ള താഴമൺ കുടുംബത്തിലും ഇങ്ങനെയുള്ള തർക്കമുണ്ടെന്നാണ് ശ്രീ മധു മണിമല പറയുന്നത്. അവിടെ കണ്ഠരര് മോഹനരെ നോക്കുകുത്തിയാക്കുന്നു. അദ്ദേഹമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലല്ല കത്ത് പോയിരിക്കുന്നത്. ഇങ്ങനെ ആകെ ദുരൂഹതയുണ്ടെങ്കിൽ ഈ താന്ത്രിക വിദ്യയിൽ നിന്ന്, ശബരിമലയിലെ താന്ത്രിക വിദ്യയിൽ നിന്ന് ഈ സ്വർണ്ണക്കൊള്ളയിലെ പാപക്കറ മാറുന്നത് വരെ മാറി നിൽക്കുക എന്നുള്ള തീരുമാനം എടുത്തുകൂടെ? പാപക്കറ എന്നൊരു കാര്യം ഇല്ല എന്ന് പറയാൻ കാരണം കൊല്ലം കോടതി 2 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് there is not even an iota of evidence against കണ്ഠരര് രാജീവരും. 2 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് there is nothing to place on record against the തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ പേരിൽ നിയമസഭ പ്രക്ഷുബ്ധമാകുകയും 2 ദിവസം നിയമസഭ നിർത്തിവെക്കുകയും ചെയ്തതാണ്.
ആദരണീയനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വിചാരണ തുടങ്ങിയിട്ടില്ല ശ്രീ രാഹുൽ ഈശ്വർ. അപ്പോഴും സംശയം വിശ്വാസികളിൽ ഒരു വിഭാഗത്തിനെങ്കിലും ഒരു വിശ്വാസിക്കെങ്കിലും അവിശ്വാസമുണ്ടെങ്കിൽ തന്ത്രി ആ പദവിയിൽ ഇരിക്കരുത്, മാറി നിൽക്കണം, അഗ്നിശുദ്ധി വരുത്തട്ടെ. അല്ല വിശ്വാസികൾക്ക് സംശയമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊല്ലം കോടതിയുടെ വിധി വന്നതോടുകൂടി ഇത് മാറി. അല്ല, അതൊരു ജാമ്യവിധി മാത്രമാണല്ലോ, അതൊരു ജാമ്യവിധി മാത്രമാണ്. അതെ, ജാമ്യവിധി വന്നോട്ടെ. ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിന്യായത്തിൽ വളരെ കൗതുകത്തോടെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമാ പാട്ട് കോടതി വിധിയിൽ കോട്ട് ചെയ്യുന്നത്. അത് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലുമീ എന്ന അദ്വൈതം എന്ന ഗംഭീരമായ ലാലേട്ടൻ പ്രിയദർശൻ സിനിമയിലെ പാട്ടാണ്. അതിൽ തന്ത്രിയെ കുടുക്കി, കള്ളക്കേസിൽ കുടുക്കി, സ്വർണ്ണക്കേസിൽ കുടുക്കി അകത്തിടുന്നതിന്റെ ഘട്ടത്തിൽ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന പാട്ട് ജസ്റ്റിസ് ബദറുദ്ദീനെ പോലെ വലിയൊരു ജഡ്ജി എഴുതി വെച്ചതാണ്. ഇപ്പൊ തന്ത്രിയെ കുടുക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയില്ല, അങ്ങനെയൊന്നും ഇല്ലാട്ടെ, എല്ലാവർക്കും അറിയാമെന്ന് താങ്കൾ ജനറലൈസ് ചെയ്യരുത് ഈ വിഷയം. അങ്ങനെ ചെയ്യരുത്, കാരണം ഇത് വിചാരണ തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത ഒരു കേസാണ്. ഒരു സെക്കൻഡ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും ആഗ്രഹമുള്ള വ്യക്തിയാണ്. അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി, മന്ത്രിയെ ഇതിൽ തെറ്റുകാരനാണോ എന്നറിയില്ല, എന്നാലും പ്രാസത്തിന്റെ ഇതിൽ വെച്ച് പറഞ്ഞതാണ്, മന്ത്രി അടക്കം മന്ത്രിയെ കുടുക്കുകയും മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കുകയൊക്കെ ചെയ്തു. അന്നേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്ന് വെച്ചാൽ മാറില്ല, അത് തന്ത്രി കുറ്റക്കാരനല്ലാതാവില്ലല്ലോ. അത് മാത്രമല്ല, BJP-യിൽ തന്നെ ഇതിന് എതിരഭിപ്രായമുണ്ടെന്ന് ശ്രീ KS രാധാകൃഷ്ണൻ, അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ, താഴ്മൺ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ താന്ത്രിക വിദ്യ മാറ്റണം എന്നുള്ളതാണ് ശബരിമലയിലെ. അതിനൊരു മറുപടി പറഞ്ഞോട്ടെ, എല്ലാ ആദരവോടെ. KS രാധാകൃഷ്ണൻ സാർ വലിയ പ്രഭാഷകനാണ്, അദ്ദേഹത്തോടൊപ്പം ഞാൻ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്, വലിയ എഴുത്തുകാരനാണെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ എഴുത്തിൽ 7ഓളം വസ്തുതാപരമായ തെറ്റുണ്ട്. ഒന്ന്, മനീതി സംഘം ശബരിമലയെ കയറി എന്നാണ് പറഞ്ഞത്. മനീതി സംഘം അല്ല കയറിയത്. കണ്ഠര് മോഹനര് ജയിലിൽ കടന്നു എന്ന് അദ്ദേഹം കള്ളം എഴുതിയിരിക്കുകയാണ്. കണ്ഠര് മോഹനര് ആ കേസിൽ വാദിയാണ്. കണ്ഠര് മോഹനരെ പറയുന്നതുകൊണ്ട് വിഷമമുണ്ട്, എന്നിരുന്നാലും അദ്ദേഹം എഴുതിയോണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. കണ്ഠര് മോഹനരെ വേശ്യപ്പുര എന്ന് പോലീസ് പിടിച്ചു എന്നൊക്കെ പറയുന്നത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. കണ്ഠര് മോഹനരെ ഇവർ സ്വർണത്തിന് വേണ്ടി കുടുക്കി വെക്കുകയും കണ്ഠര് മോഹനര് വാദിയായ കേസിൽ ഒരുപാട് ജീവിതത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച കണ്ഠര് മോഹനരെ അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത്. ശരി, സാങ്കേതിക ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീ MK ഹരിദാസ്, താങ്കൾ എങ്ങനെ കാണുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ തീരുമാനത്തെ? തീരുമാനമെന്ന് പറയാൻ പറ്റില്ല, തീരുമാനം എടുക്കാതെ കോടതിയിലേക്ക് വിടുകയാണ് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ കൈ കഴുകുകയാണല്ലോ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. തന്ത്രി ആരാണ് ശബരിമലയിലെ എന്ന് തീരുമാനിക്കാൻ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ്? എനിക്ക് ശ്രീ ഡോക്ടർ KS രാധാകൃഷ്ണനോട് അങ്ങേയറ്റം രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടോടും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളോടും അങ്ങേയറ്റം വിയോജിപ്പുണ്ടെങ്കിലും ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങേയറ്റം 100% ഞാൻ ശരിവെക്കുന്നു. അതിൽത്തിപ്പോ ശ്രീ രാഹുലെ, ഈ മോഹനരെ എന്തിനാണ് ഈ ഫ്ളാറ്റിൽ പോയത് എന്നുള്ള കാര്യത്തിന് താങ്കൾക്കൊരു നിർവചനം പറയാൻ പറ്റും? എന്തിനാണ് അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ചായപ്പീടിക നടത്തുന്നുണ്ടോ, ഒരു ചായ കുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് വൈദ്യശാലയാണോ, മെഡിക്കൽ ഷോപ്പാണോ? അദ്ദേഹം അവിടെ എന്തിനു പോയി? അദ്ദേഹത്തിനെ തടഞ്ഞു വെച്ചുകൊണ്ട് സ്വർണം അപഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം എന്തിനവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാത്തിടത്തോളം കാലം, അതിന് ഉത്തരം നൽകാൻ കഴിയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം വളരെയധികം നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം വൃത്തികെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല, ദയവ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ സമ്മതിക്കും, അപ്പോഴല്ലേ നമുക്ക് ചർച്ച മുൻപോട്ട് പോകുള്ളൂ. ശ്രീ മോഹനർ അവിടെ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തന്ത്രിസ്ഥാനത്ത് നിന്നും ഇപ്പോൾ മാറി നിൽക്കണം, ശബരിമലയ്ക്ക് വരാൻ അദ്ദേഹത്തിന്, ശബരിമല ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അനുമതിയില്ല, അതില്ലാത്ത സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. അപ്പൊ അതൊരു മാന്യതയാണ്. അതെന്തായി? അദ്ദേഹത്തിന് വ്യഭിചാരശാലയിൽ നിന്നും പിടിച്ചതിന്റെ പേരിലെ ദേവസ്വം ബോർഡായാലും സർക്കാരുകളായാലും ഒരു തീരുമാനമെടുത്തു, നിങ്ങൾ ഇനി ശബരിമലയിലെ തന്ത്രിയായിട്ടുള്ള, അതായത് പരമ്പരാഗതമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം. താങ്കള് അദ്ദേഹത്തെ മടക്കിയില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം തന്ത്രിസ്ഥാനത്ത് വന്നുകൊണ്ട് ശബരിമലയിൽ യാതൊരു കാര്യങ്ങളും നടത്തുന്നില്ല? എന്താണ് ഇങ്ങനെ പറയുന്നത്? മഞ്ജുഷ, ഇത് ഇങ്ങനെ അലറി വിളിച്ചിട്ട് ഈ ചർച്ച അലമ്പാക്കാൻ സമ്മതിക്കരുത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് സമയം കൊടുക്കൂ. ഈ മോഹനരെ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ശബരിമലയിൽ താന്ത്രിക കർമ്മങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കുന്നുണ്ടോ രാഹുൽ? പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടതായി ദേവസ്വം ബോർഡും
പിന്നീട് വന്നിട്ടുള്ള ദേവസ്വം ബോർഡുകൾ തീരുമാനമെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇതേ പ്രശ്നം തന്നെയാണ് ശ്രീ രാജീവരുടെ പേരിലുമുള്ളത്. അദ്ദേഹം സസ്പെക്റ്റഡ് ആണ്. ഒരു ജാമ്യാപേക്ഷയുടെ വിധിയിൽ 2 or 3 സ്ഥലത്ത് രാജീവരെ കോടതി നന്നായി ചിത്രീകരിച്ചു എന്ന് വെച്ച് അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് മോചിതനായിട്ടില്ല. അദ്ദേഹം മോചിതനായിട്ട് വരും വരേക്ക് മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമായിരുന്നു. മോഹനരെ മാതൃകയാക്കിക്കൊണ്ട് രാജീവരുടെ ആരോഗ്യ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഹരിദാസ്, അതിനകത്ത് ആരോഗ്യ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ഠരര് രാജീവര് മാറി നിൽക്കുന്നു, പകരം മകനെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതാണ് അതൊരു തെറ്റായ കീഴ്വഴക്കമല്ലേ മഞ്ജുഷേ? ഒരു തന്ത്രിക്ക് എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ല, അതുകൊണ്ട് എന്റെ മകനെയാക്കണം. മറ്റൊരു തന്ത്രി പറയാണ് എനിക്ക് കുറച്ചു കാലത്തേക്ക് ശബരിമലയ്ക്ക് വരാൻ പറ്റില്ല, ഞാനൊരു വിദേശ യാത്ര പോവുകയാണ്, അവിടേക്ക് ആക്കണം. അത്തരം ഒരു സാഹചര്യത്തില് ശബരിമലയിലെ തന്ത്രി സ്ഥാനത്ത് നിന്ന് ഈ താഴമൺ കുടുംബം മാറി നിൽക്കണമെന്ന് KS രാധാകൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഒന്നും നടന്നിട്ടല്ല, അങ്ങനെയൊന്നും നടക്കുകയുമില്ല. പക്ഷെ എന്നിരുന്നാലും ധാർമ്മികമായിട്ടുള്ളൊരു ചുമതല ഇവർക്കുണ്ട്. കാരണം എന്താണെന്നറിയോ, ജസ്റ്റിസ് പരിപൂർണനെ പോലെ അങ്ങനെ ഒരാൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താന്ത്രിക മന്ത്രകാര്യങ്ങളിലെല്ലാം അതീവ നൈപുണ്യമുള്ള നീതി നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഇന്ന് ഈ കേരളത്തിലെ മിക്ക തന്ത്രിമാരെയും ഒരു അഭിമുഖം നടത്തുകയാണെങ്കിൽ ഇവർക്കൊന്നും തന്നെ ഒരു ക്ഷേത്രത്തിലെയും താന്ത്രിക വിദ്യകളിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയില്ലെന്ന് കണ്ടെത്തും. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ തൃപ്പൂണിത്തുറയിലെ ഒരു 4 or 5 ചെറിയ ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ്. ഒരു ഗണപതി ഹോമത്തിന് അദ്ദേഹം തന്നെ വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാനൊരു വലിയ കുടുംബത്തിന് അദ്ദേഹത്തിന് ഏർപ്പാട് ചെയ്തു കൊടുത്തു. അദ്ദേഹം വന്നു, ആ ഗണപതി ഹോമവും വൈകുന്നേരം ഒരു ഭഗവത് സേവയൊക്കെ നടത്തിപ്പോയി. അവിചാരിതമായിട്ട് ചെന്നൈയിൽ നിന്ന് ഈ കുടുംബത്തിൽപ്പെട്ട വളരെയധികം അറിവുള്ള ഒരു പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞത് എന്താണെന്നറിയോ, ആ വ്യക്തി, ആ പൂജാരി ഇന്നിവിടെ ചെയ്തിട്ടുള്ളതെല്ലാം ഒന്നും ശരിയായ രീതിയിലല്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് എന്തിന് ഗണപതി ഹോമം പോലും കൃത്യമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ല. ഭഗവത് സേവയിൽ അദ്ദേഹം ഉരുവിടുന്ന മന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവത് സേവയിൽ ഒരു കാര്യമുണ്ട്, ഉറക്കെ മന്ത്രം ചൊല്ലണം. എന്റെ വീട്ടിൽ 4 or 5 ഭഗവത് സേവ നടത്തണം ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കെ അതിന്റെ മന്ത്രങ്ങൾ ചൊല്ലിയാണ്. ഇദ്ദേഹം ചുണ്ടുകൊണ്ട് അനക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആ ഭഗവത് സേവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങൾ ചെല്ലാൻ അറിയാത്തത് കൊണ്ട് അദ്ദേഹം ചുണ്ടനക്കിക്കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ 4 or 5 ക്ഷേത്രങ്ങളുടെ തൃപ്പൂണിത്തുറയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പൂജാതി കർമ്മങ്ങളിൽ ഒരു വിവരവുമില്ലെന്ന് മറ്റൊരു പൂജാരി കണ്ടെത്തേണ്ട അവസ്ഥ വന്നുവെങ്കിൽ കേരളത്തിൽ ഞാനാണ് എല്ലാം എന്ന് ഞെളിഞ്ഞു നടക്കുന്ന ഈ തന്ത്രിമാരുണ്ടല്ലോ, ഇവരെയൊക്കെ കൃത്യമായിട്ട് അറിവുള്ള വ്യക്തികൾ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു അഭിമുഖം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഗണപതി ഭഗവാന്റെ എന്താണ് പറയേണ്ടത്, നക്ഷത്രം അറിയില്ലെന്ന് പറയേണ്ടി വന്ന ഒരു ഗതികേട് കൂടി ഈ മോഹനർക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിൽ ശബരിമലയിലെ ക്ഷേത്ര പൂജാതി കർമ്മങ്ങളിൽ ഭാഗബുക്കാവാത്ത മോഹനർക്ക് രാജീവര് കത്ത് കൊടുത്തിട്ട് എങ്ങനെ ആക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് അതിന്റെ ഒരു പൊരുൾ മനസ്സിലാവുന്നില്ല. എന്തിനാണ് അത് എന്ന്. കാരണം എല്ലാ കാര്യങ്ങളിലും ദേവസ്വത്തിന് ഹരിദാസ് എന്തുകൊണ്ട് കണ്ഠരര് ബ്രഹ്മദത്തൻ, അതായത് മകൻ, പുതിയ തലമുറയിൽപ്പെട്ട ബ്രഹ്മദത്തൻ, അദ്ദേഹം ഒരു കേസിലും പ്രതിയല്ല, ഒന്നിലും ആരോപിതനല്ല, അങ്ങനെ ഒരാൾ വരുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം താഴമൺ കുടുംബത്തിനാണ് ഈ പാരമ്പര്യ അവകാശമുള്ളത് ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയായി വരുന്നതിൽ. അപ്പോൾ അതിലെ പുതിയ തലമുറയിൽപ്പെട്ടയാൾ വരുന്നു, അതിലെന്ത് തടസ്സമെന്നാണ്? ഇതിലിവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു, കേരളത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളായ വിശ്വാസികളെ മുഴുവൻ, ഹിന്ദുക്കളായ വിശ്വാസികളുടെ അടക്കമുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു കാലിബർ അളക്കാൻ രാഹുൽ ദയവ് ചെയ്ത് തയ്യാറാവരുത്. കാരണം താങ്കളെക്കാട്ടിലൊക്കെ വളരെയധികം എന്റെ മൂത്ത മകന്റെ പ്രായം പോലും താങ്കൾക്ക് ഇല്ല എന്ന് തോന്നുന്നു. കേരളത്തിലെ ഹിന്ദുക്കളുടെ മനസാക്ഷിയൊക്കെ താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഈ കണ്ഠരര് രാജീവര് ഈ കേസിൽ പ്രതിയായതിൽ അങ്ങേയറ്റം രോഷം കൊള്ളുന്ന ഹിന്ദുക്കൾ കേരളത്തിലുണ്ട്. ഒരു ഹിന്ദുവല്ലേ ഞാൻ, അപ്പൊ എനിക്കും ഹിന്ദുക്കളായിട്ടൊക്കെ ബന്ധം ഉണ്ടാവില്ലേ? അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ഇന്നത്തെ താഴമൺ തന്ത്രി കുടുംബം അവിടെ ചെയ്യുന്നതും ചെയ്യാത്തതുമായ പ്രവൃത്തികളെ എല്ലാം അനുകൂലിക്കാൻ കേരളത്തിലെ വിശ്വാസ സമൂഹം തയ്യാറാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചോളൂ. അങ്ങേയറ്റം വിയോജിപ്പുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPM ഈ ട്രാപ്പിൽ കുടുക്കിക്കൊണ്ട് കേസില്, അതൊക്കെ കഴിഞ്ഞിട്ട് അഗ്നിശുദ്ധി വരുത്തിയിട്ട് അദ്ദേഹം തിരിച്ചു കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്റെ നാവൊക്കെ വേണമെങ്കിൽ
വേണമെങ്കിൽ അറുത്ത് കളയാൻ ഞാൻ തയ്യാറാണ് രാഹുലെ. ഇപ്പോൾ അദ്ദേഹം സസ്പെക്റ്റഡ് ആണ്. അദ്ദേഹം മാന്യതയുടെ പേരിൽ അദ്ദേഹത്തിന് പോലും ഇവിടുത്തെ ശബരിമലയിലെ തന്ത്രിസ്ഥാനം വഹിക്കാൻ യോഗ്യതയില്ല എന്നിരിക്കെ അദ്ദേഹത്തിന്റെ മകനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം അധാർമികതയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല മഞ്ജുഷേ. നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് പറയണം. ശബരിമലയിൽ മാത്രമൊന്നുമല്ല ഈ അനാചാരങ്ങൾ നടക്കുന്നത് മഞ്ജുഷേ. ഇത്തരത്തിൽ നമ്മളിപ്പോ ശബരിമല തന്ത്രിയെ പറ്റിയിട്ടുള്ള പരാതി നമ്മൾ ഗവൺമെന്റിന് അയക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരുടെ അടുത്തറിയോ ചെല്ലുന്നത്? ഇതേ തന്ത്രിയുടെ അടുത്ത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ? തന്ത്രി പറഞ്ഞു അതൊക്കെ തെറ്റാണ്, എന്നോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് ഉണ്ടായതാണ്. ഗുരുവായൂർ ഓദിക്കന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഓദിക്കന്മാർ അതായത് മേൽശാന്തി ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ചെയ്യുന്ന എല്ലാ ഗുരുവായൂരിലെ പ്രവൃത്തികളും ഓദിക്കന്മാരുടെ നേതൃത്വത്തിലാണ്. ഓദിക്കന്മാരെ കുറിച്ചിട്ടുള്ള നിയമം, അതായത് അവരുടെ പരമ്പരാഗതമായിട്ട് അവർക്കൊരിതുണ്ട്. ഓദിക്കന്മാരുടെ കുടുംബത്തിലെ സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്മാർത്ഥ വിചാരണ നടത്തി പടിയടച്ച് പിണ്ണം വെച്ചതിന് ശേഷം മാത്രമേ ഈ ഓദിക്കന്മാർക്ക് ഗുരുവായൂർ അമ്പലത്തിലെ പിന്നീടുള്ള ശാന്തി കർമ്മങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കാൻ പാടൂ എന്നുള്ളത് ലിഖിതമായൊരു നിയമമാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓദിക്കന്മാർ എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരെ ഇതുവരേക്ക് പടിയടച്ച് പിണ്ണം വെക്കുകയോ കൈമുക്ക് മനയിൽ പോയിട്ട് പ്രായശ്ചിത്തം ചെയ്യുകയോ ചെയ്യാതെയാണ് ഈ ഓദിക്കന്മാർ അവിടെ ഇപ്പോൾ ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ. ഇതിനെക്കുറിച്ചിട്ട് പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് 2017 1 or 2 പരാതികൾ കിട്ടിയപ്പോൾ അദ്ദേഹം അത് അയച്ചു കൊടുത്തു ഗുരുവായൂർ ദേവസ്വത്തിന്. ഇതിന്റെ സത്യസ്ഥിതി അന്വേഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിവരം തരണം എന്ന് പറഞ്ഞിട്ട് ആരെ വിളിച്ചിട്ടാണെന്നറിയോ ഗുരുവായൂർ ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ഈ കാര്യങ്ങൾ ചോദിച്ചത്? ഈ ഓദിക്കൻ കുടുംബത്തിലെ മുഖ്യനായ വ്യക്തിയെ വിളിച്ചിട്ടാണ് ചോദിച്ചത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ? നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ 2 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ത്രീ ഇല്ല പറഞ്ഞു. ഈ സ്ത്രീ ആ കുടുംബത്തിലേതാണ് എന്നുള്ളതിന് എല്ലാവിധ രേഖകളും ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം എന്ന് പറയുന്നത് അഗ്നിശുദ്ധി വരുത്തി വരുന്നത് വരെ ഈ കുടുംബത്തിന് മാറി നിന്നുകൂടെ എന്നുള്ളതാണ്, താഴമൺ കുടുംബത്തിന്. അതിന് താങ്കൾ ഉത്തരം പറയുന്നില്ല കേട്ടോ. അങ്ങനെ താഴമൺ കുടുംബം മാത്രമേ പറ്റൂ എന്നുണ്ടോ ഈ താന്ത്രിക വിധിക്ക്? അങ്ങനെയല്ല. എന്താണ് തന്ത്രി എന്ന് പലർക്കും മനസ്സിലാവാറില്ല. തന്ത്രി എന്ന് പറഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ നടത്തി ആ ദേവന്റെ ആ ഡയറ്റിയുടെ പിതൃസ്ഥാനീയനാണ്. അത് ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂരിലും എല്ലാ അമ്പലങ്ങളിലും ആരാണോ പ്രാണപ്രതിഷ്ഠ കഴിക്കുന്നത് അവർക്ക് അതിന്റെ അച്ഛനാണ്. നമുക്ക് അച്ഛനെ മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത് കുടുംബത്തിനായി വരുന്നത്, ഒരു കാരാൺമാ സമ്പ്രദായത്തിൽ വരുന്നത്. ഇനി ഏതെങ്കിലും തന്ത്രിയെ കുറിച്ച് വിവാദമോ കാര്യമോ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കാം. അത് പരിശോധിക്കുന്നവർക്ക് ആർക്കും എതിർപ്പ്, അത് പരിശോധിക്കണം. ഏതെങ്കിലും രീതിയിൽ സീരിയസ് ക്രിമിനൽ ഒഫൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ വരികയാണെങ്കിൽ ആക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നേ പ്രശ്നമല്ല. പക്ഷേ കണ്ഠര് മോഹൻര് നിരപരാധിയായിരുന്നു, അത് ഹൈക്കോടതി വിധി വന്നു. കണ്ഠര് രാജീവർ നിരപരാധിയാണെന്ന് ഇനീഷ്യൽ പ്രഥമ ദൃഷ്ട്യാ വിധി കൊല്ലം കോടതിയുടെ വന്നു. ഇനി അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തട്ടെ, സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം തന്റെ മകനും പരിണിതപ്രജ്ഞനുമായ യുവാവായ ആധുനിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരേപോലെ നേടിയിട്ടുള്ള കണ്ഠര് ബ്രഹ്മദത്തിനാണ് വരുന്നത്. ബ്രഹ്മദത്തനാകട്ടെ മഹേഷ് മോഹനരാകട്ടെ രണ്ടുപേരും യുവാക്കളാണ്, ഭക്തജനങ്ങൾക്കിടയിൽ വലിയ സമ്മതിയുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. അപ്പോ ഇന്നും ഇന്നലെ ദേവസ്വം ബോർഡിന് 100 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഹിന്ദു വിശ്വാസങ്ങൾ ഇതിന്റെ നൂറ്റാണ്ടുകളും 1000 വർഷങ്ങളും പഴക്കമാണുള്ളത്. KS രാധാകൃഷ്ണൻ സാറിന്റെ പോസ്റ്റിൽ ഒരുപാട് ഫാക്ച്വൽ തെറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർജി ആകട്ടെ, ശ്രീ സന്ദീപ് ബചസ്പതി ആകട്ടെ, കുമ്മനം ചേട്ടൻ ആകട്ടെ, അവർക്കൊന്നും ഈ നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ സോമൻജി എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് പറഞ്ഞതാണ്. അതാണ് ഓരോ വിശ്വാസിക്കുമുള്ള മനസ്സിലെ ധാരണ. നമ്മുടെ ഇനി ഏതാണെങ്കിലും, അത് എന്റെ ബന്ധുവായിട്ട് പറയല്ല, ഗുരുവായൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും ആറ്റുകാലാണെങ്കിലും നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ വേറൊരു അമ്പലമാണെങ്കിലും നമ്മൾ എടുക്കുന്ന നിലപാട് അതായിരിക്കും. അവിടത്തെ തന്ത്രിയെ രാഷ്ട്രീയ കാരണങ്ങളാൽ CPM-കാർ, ഇടതുപക്ഷക്കാർ കള്ളക്കേസിൽ കുടുക്കി എന്ന അവസ്ഥയാണ്. ഇനി അദ്ദേഹം നേരത്തെ ചോദിക്കുകയുണ്ടായി ഹരിദാസ് സാർ ഈ വിശ്വാസിയാണോ എന്ന്. ഹരിദാസ് സാർ, എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാനും ഇവിടെ ഇരിക്കുന്ന ശ്രീ സോമൻജിയും മധുമണി വലാജിയും ഒക്കെ ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. ഞങ്ങളിൽ പലരും അടികൊണ്ടതും ജയിലിൽ കിടന്നും ഒക്കെയാണ്. എന്തായാലും ഹരിദാസ് സാർ അത്തരം കാര്യങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിശ്വാസികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്തർത്ഥത്തിലാണ്? കണ്ഠര് മോഹൻരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കണ്ഠര് മോഹൻരെ കേസിലെ വാദിയാണ്. ഇനിയും ഏതെങ്കിലും വിഷയത്തിൽ തർക്കങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. ഇന്ന് ശ്രീ മഹേഷ് മോഹൻരാണെങ്കിലും ശ്രീ ബ്രഹ്മദത്തനാണെങ്കിലും ഏറ്റവും സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും ഒരുമിച്ച് പോകുന്നവരാണ്. ഒരുപക്ഷെ ആർക്കും തർക്കമില്ലാത്തത് കണ്ഠര് മഹേശ്വരെ കുറിച്ചായിരുന്നു. അത് ശ്രീ മധുമണി മലാജിയും എന്നോട് യോജിക്കും. കണ്ഠര് മഹേശ്വരെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള G. സുധാകരൻ സാറിന് പോലും വലിയ ഇഷ്ടവും കാര്യമായിരുന്നു. ഏതെങ്കിലും രീതി, അതാണ് പറഞ്ഞത്, നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ സമവായം ഉണ്ടാകണം, ഒരുമിച്ച് പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം.
വേണ്ട ഇനി എന്ത് ഫീഡ്ബാക്ക് വന്നാലും ഇപ്പം പന്തളം കുടുംബത്തിൽ നിന്ന് ഒരു അഭിപ്രായം വന്നു, തീർച്ചയായും നമ്മൾ കേൾക്കണം. അയ്യപ്പന്റെ കുടുംബമാണ്, സാക്ഷാൽ സ്വാമി അയ്യപ്പൻ ജനിച്ച സ്വാമി അയ്യപ്പന്റെ അമ്മയുടെ കുടുംബമാണ് പന്തളം. അപ്പം പന്തളത്തിൽ നിന്ന് ഒരു അഭിപ്രായം വന്നു, ഏറ്റവും ബഹുമാനത്തോടെ കേൾക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷന്റെ അല്ലെങ്കിൽ കെ ടി തോമസിന്റെ മീഡിയേഷൻ ഉണ്ടായിരുന്നു പന്തളത്തിന് സ്ഥാനം കൊടുക്കുന്നതിന്. അതില് എന്റെ മുത്തശ്ശനോടക്കം മുത്തശ്ശന്റെ എതിരഭിപ്രായം ഉണ്ടായിട്ട് പോലും ഞാൻ വളരെ ശക്തമായിട്ട് ഇടപെട്ട് പന്തളത്തിന് അനുകൂലമായ നിലപാടാണ് എടുത്തത്. അന്നാണ് പന്തളത്തിലെ 2 കുട്ടികളെ മേൽശാന്തി സെലക്ഷൻ ശരി ശ്രീ കെ സോമൻ, പക്ഷേ ഇപ്പോൾ ഈ വിവാദം ഉയർന്നു വരാൻ കാരണമായത് BJP വൈസ് പ്രസിഡന്റിന്റെ ആ തീക്ഷ്ണമായ വാക്കുകളാണ്. അതാണ് പൊതുസമൂഹം ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയെ ഉയർന്നു വരില്ലായിരുന്നു തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കത്ത് രാജീവ് വാര്യർ കൊടുക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം ഹൈക്കോടതി എടുക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്നു. അതിലങ്ങ് തീർന്നേനെ. പക്ഷേ BJPയിൽ നിന്ന് തന്നെയാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. മഞ്ജുഷേ, ഇത് ഈ ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ മേലെ കുതിര കയറാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ലഭ്യമാകുവാണ്. അത്രയും വിശാലമായ വീക്ഷണവും സമാധാനകാംക്ഷികളുമാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം. അതുകൊണ്ടാണല്ലോ ശബരിമല പോലെ വൈകാരികമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിപ്പോ കൊണ്ടുപോയി അങ്ങ് പറഞ്ഞല്ലോ. അതിന്റെ ഒന്നും പേരിൽ കേരളത്തിൽ ഒരു കലാപവും ഉണ്ടായിട്ടില്ല, ഒരു അക്രമവും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ഹരിദാസ് സാറോട് ഞാനൊരു വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനകത്തിൽ രോക്ഷമുള്ള ഒത്തിരി വിശ്വാസി സമൂഹം ഇവിടെ ഉണ്ട് സാർ. പ്രതിഷേധമുള്ള പക്ഷേ ഹരിദാസ് ഉദ്ദേശിച്ചത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് വിശ്വാസം വ്രണപ്പെട്ടതിലുള്ള രോക്ഷമാണ്. എന്ന് വെച്ചാൽ തന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഞങ്ങൾ ഇത്രയും നാൾ ആരാധിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നത് ഈ തന്ത്രിയെ ആയിരുന്നുവല്ലോ എന്നുള്ള കാര്യമാണ് ഹരിദാസ് സാർ പറഞ്ഞത്. ശരി ശ്രീ കെ സോമൻ. മഞ്ജുഷയെ തന്ത്രിയെ കുടുക്കിയതാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് കേരളത്തിലുള്ളത്. തന്ത്രിയെ തന്ത്രപരമായി കുടുക്കിക്കൊണ്ട് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഹീനമായ ശ്രമത്തിന്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോ അധികാരത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോയത്. ഇപ്പോൾ ഇവിടെ വീണ്ടും ചർച്ചയ്ക്ക് വന്നത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്റെ പരാമർശമാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. BJPയില് ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നതിനും അത് വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാർ ഉപയോഗിച്ചിട്ടുണ്ട്. BJPയുടെ ഔദ്യോഗികമായ നിലപാട് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. ഇത് മഞ്ജുഷേ, ശബരിമലയിൽ മാത്രമാണോ ഈ കുടുംബങ്ങൾക്ക് താന്ത്രികാവകാശമുള്ളത്? നിങ്ങൾ നോക്കൂ, പത്തില്ലം എന്ന് കാസർഗോഡുള്ള ഇല്ലം, ആ ഇല്ലത്തിലെ അവകാശികൾക്ക് ഈ പറയുന്നത് പോലെ മേശാന്തിയുടെ അവകാശം നിശ്ചയിച്ചു നൽകിയിട്ടുള്ള അനവധി ക്ഷേത്രങ്ങളുണ്ട്. അത് പല ക്ഷേത്രങ്ങളിലും അത് ശരിയാണ്. അല്ല ഇതല്ലല്ലോ വിഷയം. ഇപ്പോൾ താന്ത്രിക വിധിയുടെ പാരമ്പര്യ അവകാശം അനുവദിച്ച് നൽകി എന്നുള്ളതല്ല ഇവിടെ വിഷയം. അങ്ങനെ കിട്ടിയ സമയത്ത് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ള ഒരു പാപക്കറയുണ്ടല്ലോ, അത് എവിടെയാണ് പതിച്ചിരിക്കുന്നത്? താഴമൺ കുടുംബത്തിൽ കൂടിയാണ്. കാരണം തന്ത്രി ആയിരുന്നയാൾ കേസിലെ പ്രതിയാണ്. അപ്പോൾ ആ കുടുംബത്തിന് മുഴുവനായിട്ടാണ് അത് വരുന്നത്. ഈ അവകാശം എന്ന് പറയുന്ന കുടുംബത്തിന് മുഴുവനായിട്ടാണല്ലോ, ഒരാൾക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ ഇതിലും അങ്ങനെയുണ്ട്. മഞ്ജുഷേ, അങ്ങ് മറച്ചു വെക്കാൻ വേണ്ടി വല്ലാണ്ട് ശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട കൊല്ലം കോടതിയുടെ ശ്രദ്ധേയമായിട്ടുള്ള പരാമർശമാണ്. ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട കൊല്ലത്തെ കോടതി എന്താണ്? നമ്മളെപ്പോഴും അന്തിമ വിധിയാണല്ലോ സാർ. ശ്രീ കെ സോമൻ, അന്തിമ വിധിയാണല്ലോ നമ്മളെപ്പോഴും കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ല ജാമ്യവിധി അല്ലല്ലോ. അന്തിമ വിധി വരെ വരുന്നത് വരെ അദ്ദേഹം താന്ത്രികാവകാശം നിർവഹിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ ശബരിമലയുടെ താന്ത്രികാവകാശം താഴമൺ കുടുംബത്തിനാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു പകരം സംവിധാനം വേണം. ഈ പകരം സംവിധാനം വേണമെന്ന് പറയുന്ന ആളിന് താന്ത്രിക വിദ്യയിൽ പരിചയമുള്ളയാണ് എന്നെല്ലാം പറയുമ്പോ ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഒരു കഴിവില്ലായ്മയുണ്ടല്ലോ, ദേവസ്വം ബോർഡിന്റെ ഒരു ആർജവമില്ലായ്മയുണ്ടല്ലോ, കാണിക്കപ്പണത്തിൽ കണ്ണും നട്ടുകൊണ്ട് കിടക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഒരു സമീപനമുണ്ടല്ലോ, ആ ഹീനമായ ശ്രമമാണ് ഈ മാധ്യമങ്ങളിലടക്കം ഇന്ന് വിചാരണയ്ക്ക് വിധേയമായി ഈ ശബരിമല താന്ത്രികാവകാശവും ശബരിമല ക്ഷേത്രവും മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഹിന്ദുവിന്റെ മേലെ, വിശ്വാസി സമൂഹത്തിന്റെ മേലെ, ശബരിമല അയ്യപ്പന്മാരുടെ വിശ്വാസികളുടെ മേലെ ആർക്കും എന്തും പറയാം. ഇവിടെ ഒരു അനിഷ്ട സംഭവവും ഉണ്ടാവില്ല, ഒരു കലാപവും ഉണ്ടാവില്ല. ഇത് വേറെ ചില സാഹചര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മഞ്ജുഷിന് പോലും ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യവും സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല എന്നുള്ളതും ഈ വർത്തമാന കേരളം അനുഭവിക്കുന്ന ഒരു പരിമിതിയാണ്.
ആ പരിമിതിയാണ്. അതുകൊണ്ട് ശബരിമലയിൽ പരമ്പരാഗതമായി തുടരുന്ന ഒരു താന്ത്രികാവകാശത്തിന്റെ കൈവഴിയുണ്ട്. അത് തുടരണം എന്ന് ഇവിടുത്തെ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു. ശരി ശ്രീ മധു മണിമല, വിശ്വാസികളുടെ ആഗ്രഹം അത് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കാതെ ഹൈക്കോടതിക്ക് വിടുകയും ചെയ്തു. ഇപ്പോൾ ബ്രഹ്മദത്തൻ വന്നില്ല എങ്കിൽ, ബ്രഹ്മദത്തനെ തന്ത്രിയായിട്ട് നിയോഗിച്ചില്ലെങ്കിൽ താഴമൺ കുടുംബത്തിന്റെ ആ പാരമ്പര്യ അവകാശം അവിടെ ഇല്ലാതാകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് അനുവദനീയമാണോ അല്ലയോ ശ്രീ മധു മണിമല? എനിക്ക് പറയാൻ സമയം തരണം. എനിക്ക് ഇവിടെ ഹരിദാസ് സാറ് പറഞ്ഞ, എനിക്ക് ഏറെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അതുപോലെ തന്നെ സോമൻജി പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിന് നിക്ഷിപ്ത താല്പര്യത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ടെങ്കിലും തന്ത്രി ബ്രഹ്മദത്തന്റെ ആത്മീയ ജ്ഞാനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് ആമുഖത്തിൽ പറയാനുള്ളത്. വിയോജിപ്പ് എന്താണ്? അദ്ദേഹത്തിന് താന്ത്രിക വിധികളിൽ പ്രാവീണ്യമില്ല എന്നാണോ? അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, മിടുക്കുണ്ട്, നല്ല ഇടപെടലാണ്, സ്വഭാവശുദ്ധിയുണ്ട്, ഒക്കെ ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ താഴമൺ മഠത്തിലെ കീഴ്വഴക്കമനുസരിച്ച് താഴമൺ കുടുംബത്തിൽ ജനിക്കുന്ന ഏതൊരു പുരുഷ പ്രജയും അവരുടെ പരദേവതാ ക്ഷേത്രമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മണ്ഡലകാലം, അതായത് 41 ദിവസമെങ്കിലും ഭജനം ഇരുന്നതിന് ശേഷമേ അവർ മറ്റു വേദമന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും അവർ പഠിക്കാറുള്ളൂ. ഇത് ബ്രഹ്മദത്തൻ, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുന്ന ശിക്ഷ ഞാൻ അനുഭവിക്കാം. 41 ദിവസം പോയിട്ട് ഒരു ദിവസം പോലും ബ്രഹ്മദത്തൻ അവിടെ ഭജനം ഇരുന്നിട്ട് പറയാമോ? രാഹുലിനെ പറ്റുകയുള്ളൂ, രാഹുലിന്റെ കുടുംബാംഗം കൂടിയാണല്ലോ. ഞാൻ നിങ്ങൾ ആരും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറഞ്ഞില്ല. ഞാൻ എനിക്ക് പറയാനുള്ള അവസരം തരണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് താന്ത്രിക വൃത്തിയോട് താല്പര്യമില്ലായിരുന്നു, തന്ത്രിയായിട്ട് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം പഠിക്കാൻ പോയി, അദ്ദേഹം നല്ലൊരു ജോലിയും കരസ്ഥമാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അദ്ദേഹം ശബരിമലയിൽ തന്ത്രിയായിട്ട് വരുന്നത്. അദ്ദേഹം വന്നത് എന്നാണെന്നറിയോ? 2017 ശബരിമല ഇപ്പോഴത്തെ പുതിയ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നതിന്റെ തലേ ദിവസം, അന്ന് അദ്ദേഹം പിറ്റേ ദിവസം പ്രതിഷ്ഠ നടക്കുക. അന്ന് ചേർപ്പുളശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ശബരിമലയിലെ മേൽശാന്തി. പിറ്റേ ദിവസം കൊടിമര പ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ വാജി വാഹനം എടുക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രാജീവ് തന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം മകനെ കൊണ്ടാണ് വാജി വാഹനം എടുപ്പിച്ചത്. വാജി വാഹനം എടുപ്പിച്ച് മേളിൽ കയറി പ്രതിഷ്ഠ കഴിഞ്ഞു, കലശം കഴിഞ്ഞു. അന്ന് അവിടെ കയറി ഫോട്ടോ എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫോട്ടോഗ്രാഫർ ഉണ്ണിയാണ് അവിടെ കയറി ഫോട്ടോ എടുത്തത്. അപ്പൊ മറ്റു പത്രമാധ്യമങ്ങൾക്ക് ഉണ്ണി എടുത്ത ഫോട്ടോ പത്രത്തിൽ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നു. അവർ തിരിച്ച് തന്ത്രിയുടെ മുറിയിൽ ചെന്ന് തന്ത്രിയോട് സംസാരിച്ചു. ഇവർ 5 പേര് വീണ്ടും കൊടിമര പ്രതിഷ്ഠ നടന്ന മേളിൽ കയറി കുടത്തിൽ കുറച്ച് വെള്ളം മിച്ചം കിടപ്പുണ്ടായിരുന്നു, നിർമാല്യമായ വസ്തുവാണ്. അതിലേക്ക് ഒരു മന്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് അദ്ദേഹം വീണ്ടും അവിടെ അഭിഷേകം ചെയ്തു. തന്ത്രി അഭിഷേകം ചെയ്ത കൊടിമരം തന്ത്രി തന്നെ അശുദ്ധപ്പെടുത്തി. അതിനുശേഷം അവർ താഴെ ഇറങ്ങി പത്രക്കാർ ഫോട്ടോ എടുത്തു. അപ്പൊ എനിക്കതിനകത്തൊരു സംശയം തോന്നി. ഞാൻ പ്രമുഖരായ തന്ത്രിമാരുടെ വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു, ഈ കൊടിമരം പ്രതിഷ്ഠിച്ച കലശമാടി അദ്ദേഹം തന്നെ ഈ കൊടിമരം അശുദ്ധമാക്കിയെന്ന് പറഞ്ഞു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ കൊടിമരത്തിൽ മെർക്കുറി ഒഴിക്കുന്നത് വിവാദം ഉണ്ടായത്. പിറ്റേ മാസത്തെ പുണ്യദർശന മാസികയിൽ ഞാൻ ഈ കാര്യം എഴുതി. അപ്പൊ പുണ്യദർശന മാസിക തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചതും പുണ്യദർശന മാസികയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ട് ഇരുന്ന വ്യക്തിയും കണ്ഠര് രാജീവര് തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് വലുതാണ് എനിക്ക് അയ്യപ്പസ്വാമി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്ന അയ്യപ്പന് തുല്യനായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് താഴമൺ മഠത്തിലെ കണ്ഠര് മഹേശ്വരി. ഋഷി തുല്യനാണ് അദ്ദേഹം. അത്രയ്ക്ക് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവുമാണ്. ആ മനുഷ്യനാണ് ശബരിമലത്തെ മുതിർന്ന തന്ത്രി. ശരി, മധു മണിമല, ഇതിപ്പോൾ ബ്രഹ്മദത്തൻ വന്നില്ലെങ്കിൽ, കണ്ഠരര് ബ്രഹ്മദത്തൻ വന്നില്ലെങ്കിൽ താഴമൺ കുടുംബത്തിൽ നിന്ന് താന്ത്രിക വിധി അത് കൈമോശം വന്നു പോകും. അത് എന്തായാലും ആ കുടുംബം അനുവദിക്കില്ലല്ലോ. താഴമൺ മഠത്തിൽ കണ്ഠര് മോഹനരാണ് മുഖ്യതന്ത്രി. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ മഹേഷ് മോഹനാണ് ഇപ്പോൾ നിലവിലെ തന്ത്രി. പക്ഷെ അവിടെ എനിക്ക് ഇതിന്റെ സാങ്കേതികത്വം അറിയില്ല. ഈ ടേൺ അനുസരിച്ച് ഒരാൾ മാറി അടുത്തയാൾ വരണമല്ലോ. അതിപ്പോൾ മോഹനര് തുടരാൻ പറ്റുമോ? അല്ല, മോഹനരല്ല, മഹേഷ് മോഹനര് തുടരാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെ പറ്റുമോ? ടേൺ അനുസരിച്ച് എന്ന് പറഞ്ഞാല് ശബരിമലത്തെ ടേൺ എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥയൊന്നുമല്ല, അതവർ തീരുമാനിക്കുന്നതാണ്. താഴമൺ കുടുംബം തീരുമാനിക്കുന്നതാണ്. മാവേലിക്കര സബ് കോടതിയിലെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ കുടുംബാംഗങ്ങള് കണ്ഠര് നീലകണ്ഠര്, കണ്ഠര് മഹേശ്വരര്, കണ്ഠര് രാജീവരുടെ അച്ഛൻ, ഇവര് 3 പേരുടെ കൂടി ആലോചിച്ചിട്ടാണ് ഈ ധാരണ ഉണ്ടാക്കിയത്. അതനുസരിച്ച് താഴമൺ മഠത്തിന് മൊത്തം അവകാശപ്പെട്ട ക്ഷേത്രങ്ങളെ 3ആയിട്ട് വിഭജിച്ചു. ഒരു ഭാഗം നീലകണ്ഠര് തന്ത്രിക്കും, ഒരു ഭാഗം മഹേശ്വര തന്ത്രിക്കും, ഒരു ഭാഗം രാജീവ് തന്ത്രിയുടെ അച്ഛനുമായിട്ട് വീതിച്ചു. അങ്ങനെയാണ് ഇവർ തമ്മിൽ ധാരണ, അല്ലാതെ നിയമമൊന്നുമല്ല, കോടതി വിധിയല്ല. ഇവര് തമ്മിലുള്ള ധാരണ ഉണ്ടാക്കിയതാണ്.
ഇപ്പം അയോഗ്യത കൽപ്പിച്ചിരിക്കുന്ന രാജീവർക്കാണ്. രാജീവർ അവിടെ നിന്ന് മാറി നിൽക്കുക. ഇപ്പം അദ്ദേഹം പറഞ്ഞ അഗ്നിശുദ്ധി വരുത്തി രാജീവർ തിരിച്ചു വന്നാൽ രാജീവർക്ക് അവിടെ തന്ത്രിസ്ഥാനത്ത് തുടരാം. ബ്രഹ്മദത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ആര് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഇപ്പോഴുള്ള മോഹനരുടെ മഹേഷ് മോഹനര് തുടരട്ടെ അല്ലേ? മഹേഷ് മോഹനര് തുടരുന്നതിന് എന്താ കുഴപ്പം? മഹേഷ് മോഹനൻ യോഗ്യതയുള്ള ആളാണ്, കഴിവുള്ള ആളാണ്. മഹേഷ് മോഹനര് തുടരട്ടെ, അഗ്നിശുദ്ധി വരുത്തിയിട്ട് വരട്ടെ. രാജീവ് തന്ത്രിക്ക് അവകാശപ്പെട്ട സ്ഥാനത്തേക്ക് രാജീവേന്ദ്രയുടെ മകൻ പറഞ്ഞ അച്ഛൻ തീരുമാനിച്ച പോരാ. അത് താഴവൺമഠത്തിലെ മുതിർന്ന തന്ത്രി കാരാടിന് അവകാശിയാണ് തീരുമാനിക്കേണ്ടത്. ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പൊ ഹരിദാസ് സാർ പറഞ്ഞു മോഹനൻ തന്ത്രി എന്തിന് വേശ്യാപുര പോയെന്ന് ചോദിച്ചു. മോഹനൻ തന്ത്രിയെ കുടുക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു. 2020 ജൂലൈയിലാണ് സംഭവം ഉണ്ടായത്. 2026 ജൂലൈ 20 വർഷമായി. 20 വർഷമായിട്ട് ഈ കേസിന്റെ പുറകെ നിരന്തരമായിട്ട് നടന്ന ഒരാളാണ് ഞാൻ. ഈ കേസിൽ ഏറ്റവും അധികം കാര്യങ്ങൾ എനിക്കറിയാം. പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എം ജയേന്ദ്ര സാറാണ്. മെട്രോ വാർത്തയിൽ അന്നത്തെ ഒരു പരമ്പര തന്നെ എഴുതുകയാണ്. അപ്പം ഈ ഹരിദാസ് സാറിനോട് എനിക്ക് സ്നേഹവും ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഞാൻ ചോദിക്കട്ടെ, പച്ചയ്ക്ക് ചോദിക്കട്ടെ. ഒരാൾക്ക് വ്യഭിചരിക്കാൻ പോണെങ്കിൽ, കാശുള്ള ഒരാൾക്ക് വ്യഭിചരിക്കാൻ പോണെങ്കിൽ ശോഭാജോന്റെ ഫ്ലാറ്റിൽ ചെല്ലേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത് വരുന്നില്ലോ. ഇത് അദ്ദേഹത്തെ അവിടെ ഒരു ഫ്ലാറ്റ് വിലക്ക് മേടിച്ചു. അവിടെ ഒരു പൂജ നടത്തണം. അദ്ദേഹത്തിന്റെ വയറ്റിലെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ ചെല്ലുന്ന എന്ന് അറിഞ്ഞത് കൊണ്ടാണ് അവിടത്തേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുന്നത്. ചാർത്ത് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുന്നത്. പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു ജസ്റ്റിസ് പരിപൂർണ കമ്മീഷന്റെ കാര്യം പറഞ്ഞു. ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ എന്തിനു നിയോഗിച്ചതാണ്? അമ്പലപ്പുഴക്കാരൻ സി രാധാകൃഷ്ണൻ ചേട്ടൻ ദേവസ്വം ബോർഡിലെ അന്നത്തെ രാമൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ജി രാമൻ നായർ, പുനലൂർ മധു, എം ബി ശ്രീകുമാർ, ഇവർ 3 പേരും അടങ്ങി ദേവസ്വം ബോർഡിനെതിരെ പരാതി കൊടുത്തു. ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാനായിട്ടാണ് ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ. ശരി, അത് അദ്ദേഹം ഒരുപാട് ശുപാർശകൾ നൽകിയതാണ്. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് വളരെ പ്രസിദ്ധവുമാണ്. അതിനകത്തെ കാര്യമാണ് ശ്രീ ഹരിദാസ് പറഞ്ഞത്. അന്ന് മോഹനർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അത് പറഞ്ഞതും. ശരി ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ മധു മണിമല പറഞ്ഞ കാര്യം ഈ താഴമൺ കുടുംബത്തിലെ തർക്കമുണ്ട് എന്നുള്ളതാണ് മധു മണിമല പറയുന്നത്. അങ്ങനെയല്ലെങ്കിൽ അദ്ദേഹം ബ്രഹ്മദത്തന്റെ ഈ അയോഗ്യതയെ കുറിച്ചും പറയുന്നുണ്ട്. മഹേഷ് മോഹനന് തുടരുന്നതിൽ എന്താണ് കുഴപ്പമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതൊരു ഇന്റേണൽ അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കണ്ഠരര് മഹേശ്വരന് നമുക്ക് എല്ലാ യോജിപ്പാണ്. മുത്തച്ഛനെ കുറിച്ച് അദ്ദേഹം നല്ല പറഞ്ഞ വാക്കുകളിൽ വളരെ സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. ഇത് വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ 20 വർഷം കടന്നുപോയത്. ശ്രീ സോമൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയെ ബന്ധപ്പെട്ട വിശ്വാസികളും ഹിന്ദു സമൂഹവും എല്ലാം ഈ വിവാദങ്ങളിലൊക്കെ വളരെയധികം വേദനിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തു. അത് വളരെ സങ്കീർണമാണ്. പിന്നെ ശബരിമല യുവതി പ്രവേശന പ്രക്ഷോഭം വന്നു. ഏതെങ്കിലും രീതിയിൽ വിശ്വാസി എന്ന രീതിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഫീഡ്ബാക്ക് ഉണ്ട്, ഇപ്പം കലശം ചെയ്തതിൽ ഇന്നതുണ്ട്, അത്തരം ഫീഡ്ബാക്കുകൾ സ്വീകരിക്കാം. പക്ഷെ ഇവരുടെ എല്ലാം പ്രാഗൽഭ്യവും പാണ്ഡിത്യവും ഒക്കെ കാര്യമായിട്ട് ഉണ്ടെന്ന കാര്യത്തിലാണ്. ഇനി ഏതെങ്കിലും മറിച്ചൊരു അഭിപ്രായമുണ്ട്. നേരത്തെ നമ്മുടെ കൃഷ്ണൻ നമ്പൂരി അദ്ദേഹം ഉള്ളവരുടെ മഹേഷിനെ പഠിപ്പിച്ച ആളെ കുറിച്ച് പറഞ്ഞു. പ്രഗത്ഭനായ ആൾക്കാരാണ്. അത്തരത്തിലുള്ള കൺസൾട്ടേഷനോടുകൂടി ബെറ്റർ ആക്കാം. ഇത്തരം കാര്യങ്ങളെ നമ്മൾ പോസിറ്റീവായി സമീപിക്കണം എന്നുള്ളതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കൾ യാദവകുലം തമ്മിൽ തല്ലിയതുപോലെ തല്ലരുത് എന്ന്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചില്ല, ഹരിദാസ് സാർ അടക്കം പെട്ടുപോകുന്നതാണ്. ശബരിമല തന്ത്രിയായ കണ്ഠര് മോഹൻ ഒരു വാദിയായ കേസിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പൊ നേരത്തെ ശ്രീ മധുമണിമല പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ കുടുക്കിയതാണ്. അതിനെയാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. അപ്പോ നമുക്ക് ഇവരോടൊരു ഫെയർ ട്രീറ്റ്മെന്റ് വേണം. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സോമൻ സാറിനെ കോട്ട് ചെയ്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ശരിക്കും ഒരു ക്രിസ്ത്യൻ മുസ്ലിം ആചാരനെ കുറിച്ച് ഇത്തരം മോശം കാര്യങ്ങൾ ആരെങ്കിലും പറയൂ? എന്തുകൊണ്ടാ പറയാത്തത്? നമ്മൾ ഹിന്ദു സമൂഹത്തിന് വേണ്ട രീതി ഇത്തരം കാര്യങ്ങളിൽ ഐക്യവും പറഞ്ഞ് പരിഹരിക്കാനുള്ള വേദികളും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് പറയണത്. ഇവരെ കുറെയെങ്കിലും അടുത്തിരുന്ന് കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പം കണ്ഠരര് മഹേശ്വരന്റെ പൂജാരീതികളെ കുറിച്ച് എല്ലാവർക്കും യോജിപ്പാണ്. അതേ പ്രഭാവമാണ് ഇന്ന് മഹേഷിനും ബ്രഹ്മദത്തിനും അടക്കം ഉള്ളത്. ഇനി വിശ്വാസികളുടെ പക്ഷേ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ല. സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ തന്ത്രിയായിരുന്നത് കണ്ഠരര് രാജീവരാണ് എന്നുള്ള കാര്യത്തിലും താങ്കൾക്ക് സംശയമില്ല. അപ്പോൾ താങ്കൾ പറയും തന്ത്രി എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇല്ലല്ലോ എന്ന് താങ്കൾ പറയും. പക്ഷെ അദ്ദേഹത്തിന് കൺമുന്നിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം വ്രണപ്പെടുന്നത് ഈ ഒരു കാര്യത്തിലാണ് കേട്ടോ ശ്രീ രാഹുൽ ഈശ്വർ. അല്ലാതെ ഈ തന്ത്രിയെ മാറ്റുന്നതിലല്ല വിശ്വാസം ഗുണപ്പെടുന്നത്. അങ്ങനെയല്ല മഞ്ജുഷ് ശ്രദ്ധിക്കേണ്ടതേ. മഞ്ജുഷിനോട് ആലങ്കാരികമായി ചോദിക്കുകയാണെ മോശമായിട്ടല്ല. നിങ്ങൾ ക്യാമറക്കാർ എല്ലാ തവണയും ക്യാമറ കണ്ണുകൾ എടുത്ത് ഈ ദ്വാരപാലകരുടെ ഫ്രണ്ടിലല്ലേ ചെന്ന് നിൽക്കുന്നത്? നിങ്ങൾ എന്തേ അറിയാതെ പോയി? നിങ്ങൾക്ക് സ്വർണ്ണപ്പണിയിൽ പരിചയമില്ല. തന്ത്രി എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു സ്വർണത്തിന്റെ ക്വാളിറ്റി എന്താണെന്നും സ്വർണം പതിച്ചത് പൂശിയതാക്കി മാറ്റാനും അറിയാനുള്ള അദ്ദേഹത്തിന് അല്ല. അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരനല്ല.
മാത്രമല്ല തന്ത്രി കോടതി വിധിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പറയുന്നത് തന്ത്രിയുടെ അധികാര അവകാശ പരിധികൾ ശ്രീകോവിലിനുള്ളിലും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോയത് ഈ തന്ത്രി കണ്ടില്ല എന്ന് പോയപ്പോൾ അവിടെ പിറ്റേ ദിവസം അദ്ദേഹം വരുന്നത് അവിടെ ദ്വാരപാലകർ ആവരണമില്ലാതെയാണ് ദ്വാരപാലക അവിടെ ഉള്ളതെന്ന് അദ്ദേഹം കാണുന്നില്ലേ? അതിന് പ്രശ്നമില്ല. എന്ത് പ്രശ്നമില്ല? അതായത് ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിയെടുത്തതല്ല പ്രശ്നം. ദ്വാരപാലക ശില്പങ്ങളല്ല ഇളക്കിയെടുത്തത്, പാളികളാണ്. ശില്പം അവിടെ ഉണ്ടായിരുന്നു, പാളികളാണ്, സ്വർണ്ണപ്പാളികളാണ്. അവിടെയാണ് ആ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്തതാണോ പ്രശ്നം, അതോ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണ്ണം ഇളക്കിയതാണോ പ്രശ്നം? സ്വർണ്ണം കൊണ്ടുപോയി അല്ല, അത് ചെന്നൈയിൽ കൊണ്ടുപോയല്ലേ ഇളക്കിയത്? കറക്റ്റ്. ആ ചെന്നൈയിൽ കൊണ്ടുപോയത് കൊടുത്തുവിട്ട ആരാണ്? ദേവസ്വം ബോർഡാണ്. സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം, സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണി നടത്തണം എന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയില്ലേ? ദേവസ്വം മാനുവലാണ്. അത് ദേവസ്വം മാനുവലാണ്. ദേവസ്വം മാനുവൽ തന്ത്രി വായിച്ചിട്ടില്ലേ? ദേവസ്വം മാനുവൽ തന്ത്രിയുടേതല്ലോ സാർ. തന്ത്രിക്ക് ആചാര പദ്ധതികളും പൂജകളും മന്ത്രങ്ങളും അല്ലേ. ദേവസ്വം മാനുവൽ തന്ത്രിക്ക് ആപ്ലിക്കബിൾ അല്ലല്ലോ. ശരിക്കും ആരാ പണി ചെയ്തത്? CPM ദേവസ്വം ബോർഡല്ലേ അവിടെ ജോലി ചെയ്യേണ്ടിയിരുന്നത്. ആ ദേവസ്വം ബോർഡ് വേണ്ട രീതിയിൽ പണിയെടുത്തില്ല എന്ന് പറഞ്ഞ് തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. 2025 ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി കണ്ട് കായികമായ അത് തന്ത്രി തടയണമെന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ പേര് ടോം ക്രൂസ്. തന്ത്രിയുടെ കൺമുന്നിലാണ് ഇത് നടന്നത്. അതുകൊണ്ടാണ് തന്ത്രിയുടെ കൺമുന്നിലാണ് അവിടെ സ്വർണ്ണപ്പാളികൾ പോയ കാര്യം, സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ കാര്യം തന്ത്രിക്ക് അറിയാം. അതേ ഉള്ളൂ. സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം പോയി എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം പോയി എന്ന് തന്ത്രിക്ക് എങ്ങനെ ഗണിച്ചറിയാൻ പറ്റും? കാര്യം തിരിച്ചു വരുമ്പോൾ പൂശിയിരിക്കുകയായിരുന്നു. പതിച്ചത് പൂശിയതാക്കി മാറ്റി. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാവണമെന്നില്ല. വെയിറ്റ് മെഷർ ചെയ്ത് നോക്കണം. അങ്ങനെയാണ് ഹൈക്കോടതി. വിശ്വാസികളുടെ വിശ്വാസത്തിന്മേൽ ചെമ്പ് പൂശുന്ന പോലെയായി. അത്രേ ഉള്ളൂ. ശരി, ശ്രീ എം കെ ഹരിദാസ്, താങ്കളുടെ സംസാരത്തോടുകൂടി അവസാനിപ്പിക്കാം. നോക്കൂ, ഈ സ്വർണ്ണപ്പാളികൾ കേരള ഹൈക്കോടതിക്ക് ഒരു ബെഞ്ച് തന്നെ രൂപീകരിച്ചിട്ടുള്ളത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ദേവസ്വം ബോർഡുകളുടെ കാര്യങ്ങൾ നോക്കാനല്ല, ശബരിമലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കൊള്ളയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് അവിടെ 2 ജഡ്ജിമാരുടെ ഒരു ഡിവിഷൻ ബെഞ്ച് തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ തന്ത്രി രാജീവർക്ക് ഈ രാഹുൽ ഈശ്വർ പറയുന്നത് മാതിരിയുള്ള ധാർമ്മിക ബോധമുണ്ടെങ്കിൽ തന്റെ വിയോജിപ്പ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് കൊണ്ടുപോകാൻ എന്റെ സമ്മതമില്ലാതെയാണെന്ന് രേഖാമൂലം ഒരു കുറിപ്പെങ്കിലും എഴുതി ദേവസ്വം ബോർഡിനെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാമല്ലോ. സ്പെഷ്യൽ കമ്മീഷണറാണല്ലോ ഇതെല്ലാം കോടതിയെ അറിയിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാമായിരുന്നു. അതെ, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാമല്ലോ. ഇത് എന്റെ സമ്മതം, എനിക്കിതിങ്ങനെ കൊണ്ടുപോകുന്നതിന് സമ്മതമില്ല. കാരണം ഇവിടെ ഹൈക്കോടതിയുടെ കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ടൊരു ഡിവിഷൻ ബെഞ്ച് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്. അവരെ ഇത് ബോധ്യപ്പെടുത്താതെ ഇത് കൊണ്ടുപോകരുത് എന്ന് പറയേണ്ട ധാർമ്മികമായ ചുമതല ശ്രീ രാജീവർക്ക് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. അത് അദ്ദേഹം ചെയ്യാത്തിടത്തോളം കാലം SIT അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ അദ്ദേഹം വേണ്ടിയിരുന്നത് ധാർമ്മികമായിട്ട് ഞാൻ ഇതിന്റെ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് തിരിച്ചു വരുന്നത് വരെ എനിക്ക് ഈ തന്ത്രിസ്ഥാനം വഹിക്കാൻ അർഹതയില്ല, ഈ പിതൃസ്ഥാനത്ത് ഞാൻ തുടരുന്നത് അയ്യപ്പനെ അങ്ങേയറ്റം മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണമായിരുന്നു എന്ന് മാത്രമേ രാഹുലിനെ ഞങ്ങളെ പോലുള്ളവർക്ക് പറയാനുള്ളൂ. ശബരിമല വിശ്വാസികളെ അടച്ചുകൊണ്ട് ശബരിമല വിശ്വാസികൾക്കെല്ലാം തന്നെ ഈ രാജീവർ ഈ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അങ്ങേയറ്റം ഭൂഷണമാണ് എന്ന് തോന്നുന്നു എന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ തിരുത്തണം. ശ്രീ മഞ്ജുഷ, ഒരു കാര്യം കൂടി പറയട്ടെ. എന്നിട്ട് ഈ നമ്മുടെ ശബരിമല ഈ സ്വർണ്ണപ്പാളികൾ കോടതിയുടെ നിർദ്ദേശമില്ലാതെ കൊണ്ടുപോയതായി കോടതി കണ്ടെത്തി. എന്നിട്ട് എന്തുകൊണ്ട് ഒരു കോടതിയലക്ഷ്യ നടപടി ആ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എടുക്കാൻ ഹൈക്കോടതിക്കായില്ല? വ്യക്തമായിട്ട് ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. 2018 17 എനിക്കറിയില്ല. ശബരിമലയിലെ എന്ത് പ്രവർത്തികളും ഇത്തരത്തിൽ കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതിയെ അറിയിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുള്ള സ്ഥിതിക്ക് ഹൈക്കോടതിക്ക് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരെ ഒരു കോടതിയലക്ഷ്യ നടപടി എടുക്കാമായിരുന്നു. എന്നിട്ട് വേണം ശബരിമലയിൽ പൂജാസ്ഥാനത്ത് എന്ത് വേണം, പൂവിന് എന്ത് വേണം, മറ്റതെന്ത് വേണം എന്നൊക്കെ കോടതി പറയുമ്പോൾ നമുക്ക് കോടതിയിൽ ഒരു വിശ്വാസം വരും. ഇപ്പൊ കോടതി ഈ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടിട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ അന്വേഷണം മുറ പോലെ നടക്കുന്നു. അല്ലാതെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെടുത്തിയവർക്കെതിരെ അല്ലെങ്കിൽ അവിടെ സ്വർണത്തിന് പകരം ചെമ്പ് പൂശിയവർക്കെതിരെ നാളിതുവരെ നടപടിയെടുക്കാനൊന്നും ഹൈക്കോടതി തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അതിന്റേതായ പ്രത്യേക അന്വേഷണ സംഘം ഇത്രയും പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടില്ലായിരുന്നോ?
ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? SIT അല്ലേ? കോടതിയുടെ അനുമതിയില്ലാതെ കോടതിയുടെ അനുമതിയില്ലാതെ എന്തുകൊണ്ട് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കോടതിയുടെ മേൽനോട്ടത്തിലാണോ കൊണ്ടുപോയിരിക്കുന്നത്? അല്ല എന്ന് കോടതി പറഞ്ഞില്ലേ? കോടതിയുടെ മേൽനോട്ടത്തിലല്ല, ദ്വാരപാലക ശില്പങ്ങളിലെ SIT അന്വേഷണത്തിലെ കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് കേൾക്കുമ്പോ കോടതിയുടെ അനുമതിയില്ലാതെ ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയത് അങ്ങേയറ്റം തെറ്റായി പോയി. ശരി, എന്താണ് ശ്രീ കെ സോമൻ? മന്ത്രി പുറത്ത് നിൽക്കുകയാണല്ലോ. തന്ത്രിയെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ളവരെയും അറസ്റ്റ് ചെയ്യാൻ SIT കാണിച്ച താല്പര്യം മന്ത്രിയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല. അവിടെയാണ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചർച്ച ചെയ്യാൻ ഇപ്പോ കഴിയുന്നില്ല. മന്ത്രി പുറത്തും തന്ത്രി അകത്തും. തന്ത്രിക്ക് ഇപ്പോ അശുദ്ധിയും കൽപ്പിക്കുന്ന പരിഹാസ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് വിശ്വാസി സമൂഹം അഭിമുഖീകരിക്കുന്നത്. വിശ്വാസികളുടെ മനസ്സിനെ വീണ്ടും വേദനിപ്പിക്കുന്ന ഒരു ചർച്ച കൂടിയാണ് ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കാം. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ശബരിമല തന്ത്രി പദവിയിൽ താഴമൺ കുടുംബം തുടരണമെന്ന് 38% പ്രേക്ഷകർ, തുടരേണ്ട എന്ന് 56%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.